പണ്ട് ദ്വാപരയുഗ കാലത്ത് ഹസ്തിനാപുരിയുടെ യുവരാജാവായി യുധിഷ്ഠിരനെ കിരീടോദ്ധാരണം ചെയ്തു. എന്നാൽ ഇതിൽ അതൃപ്തനായ ഒരാൾ ഉണ്ടായിരുന്നു, സാക്ഷാൽ ദുര്യോധനൻ. എങ്ങനെയും കിരീടം സ്വന്തമാക്കണമെന്ന ലക്ഷ്യത്തോടെ വാർണാവൃത്തത്തിൽ ഒരരക്കില്ലം നിർമ്മിച്ച് അത് അഗ്നിക്കിരയാക്കി പാണ്ഡവരെ ഇല്ലാതാക്കാൻ ദുര്യോധനൻ തീരുമാനിച്ചു. എന്നാൽ വിതുരരുടെ സഹായത്തോടെ ഇത് മനസ്സിലാക്കിയ പാണ്ഡവർ സ്വമേധയാ അരക്കില്ലത്തിന് തീ വയ്ക്കുകയും അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. ദുര്യോധനൻ ഉൾപ്പെടെ മറ്റെല്ലാവരും പാണ്ഡവർ മരണപ്പെട്ടു എന്ന് വിശ്വസിച്ചു. എന്നാൽ ആരും തിരിച്ചറിയാത്ത വിധം ബ്രാഹ്മണരുടെ വേഷത്തിൽ പാണ്ഡവർ വനത്തിലൂടെയുള്ള യാത്ര ആരംഭിച്ചു. അങ്ങനെ അവർ മധ്യ തിരുവിതാംകൂറിലെത്തി. ഈ സമയത്താണ് ദ്രൗപദി സ്വയംവരത്തെ പറ്റി അവർ അറിയുന്നത്. അവിടേക്ക് പോകുന്നതിന് മുമ്പായി കുന്തിദേവിയെ വസിപ്പിക്കാൻ ഒരു സ്ഥലം തേടി ഭീമൻ ഖാണ്ഡവ വനത്തിലൂടെ നടക്കുകയും മുതുകുളത്ത് എത്തിച്ചേരുകയും ചെയ്തു. അപ്പോഴാണ് ഒരു കുശവക്കുള്ളിൽ ഭീമന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അവരുടെ സമ്മതത്തോടെ കുന്തിദേവി അവിടെ വസിപ്പിച്ച ശേഷം അവർ 5 പേര് സമീപമുണ്ടായിരുന്ന 5 കാവുകളിലായി വസിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു നാൾ കാളിയെഴുത്ത് വയലിലെ ചെളി ഉപയോഗിച്ച് കുന്തിദേവി ഒരു ദേവി വിഗ്രഹം നിർമ്മിക്കുകയും നിത്യവും ഈ വിഗ്രഹത്തെ പൂജിക്കുകയും ചെയ്തു. പാണ്ഡവർ തിരികെ പോകുന്ന സമയത്ത് ഈ വിഗ്രഹം ഇളക്കിക്കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിൽ അത് സാധ്യമായില്ല. അങ്ങനെ ദേവീപ്രതിഷ്ഠ നടന്നതോടെ മുതുകുളം ദേശത്ത് ഐശ്വര്യം വരികയും അന്നപൂർണേശ്വരിയായി ദേവി ജനങ്ങളെ സംരക്ഷിച്ചു വരുന്നു എന്നുമാണ് വിശ്വാസം.